ഹായ്. ഇപ്പോഴേ രാവിലെ ഇങ്ങനെ മനസ്സ് മടുത്തിരുന്നപ്പോഴാണ് അക്കരയിലൊരു ഒച്ച കേട്ടത്. നമ്മൾ കഴിഞ്ഞ വർഷം അക്കരയ്ക്ക് പോയതാണ്. ഈ വർഷം പിന്നെ മഴക്കാലം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടേ ഇല്ല. അപ്പോൾ അത് അവിടെ ഒരു ബഹളം കേൾക്കുന്നുണ്ട്. അവിടെ എന്താണുള്ളതെന്നൊക്കെ നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഈ വർഷം അക്കരയ്ക്ക് പോയതേ ഇല്ല. അറിയാമല്ലോ, നമ്മളുടെ ഫാമിൻ്റെ നേരെ അക്കരക്കര തേക്കടി വനവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മളുടെ വണ്ടിപ്പെരിയാർ അല്ലെ മുല്ലപ്പെരിയാർ ആറ് ഒഴുകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ആറ് ഇപ്പോൾ ഈ സ്റ്റേജിലാണുള്ളത്. അപ്പോൾ നമ്മളിതേ ഈ കല്ലുവഴിയാണ് കയറി നമുക്ക് അക്കരയ്ക്ക് പോകേണ്ടത്. കുറച്ച് ചാടിയൊക്കെ പോകണം. മീനൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം ഒരുപാട് പറ്റിപ്പോയിട്ടുണ്ട്. ഈ വർഷം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം ഒരുപാട് ഈ വർഷം ഈ ആറ് നിറഞ്ഞൊഴുകാനുള്ള വെള്ളം ഇതുവരെയും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിത് ഇവിടം അങ്ങോട്ടൊന്ന് ചാടേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യം സംഭരിച്ചൊരു ഒന്ന് ചാടിയേക്കാം. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ ചാടി അതൊരു ശീലമായി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകാം. അവന്മാരവിടെ ചെല്ലുമ്പോൾ എന്നെ ഇങ്ങോട്ട് ഓടിക്കുമോയെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഈ ഭാഗമാണ് നമുക്ക് കുറച്ച് ആഴമുള്ള സ്ഥലം. വെള്ളം നമുക്ക് പോകേണ്ടത് അവിടെയാണ് കേട്ടോ. നമുക്ക് പോകാം. ഇത് നമ്മുടെ ഈ വർഷം വെള്ളം കുറവായതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമുക്ക് അക്കരയ്ക്ക് പോകാനായിട്ട്. പോയി നോക്കാം. നല്ല രസമാണ് ഇവിടെ കേട്ടോ. നല്ല രസമാണ്. അതുകൊണ്ടോ വെള്ളം നല്ല തെളിഞ്ഞ് കണ്ണുനീര് പോലെ ഒഴുകുന്നുണ്ട്. വലിയ ഒഴുക്കില്ല കേട്ടോ, ചെറുതായിട്ടുള്ള ഒഴുക്കേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മളുടെ ഫാം ഇരിക്കുന്ന സ്ഥലമാണത്. ഇതാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള ദൃശ്യം. ഇനി നമുക്ക് അയ്യോടാ അവന്മാർ പോകുക. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ ആറ് കടന്ന് ഇക്കരെ വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളുടെ ഫാമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സ്ഥലമാണ് ഇത്. നമ്മൾ അങ്ങോട്ട് കയറി പോകുമോ അങ്ങനെയൊന്നുമില്ല. ഈ സൈഡിൽ കൂടെ ഈ പുൽത്തകിടിയിൽ കൂടെ ഇങ്ങനെ നല്ല രസമാണ്. അവന്മാർ പോയി കേട്ടോ. ഞാൻ അവന്മാരെ പ്രതീക്ഷിച്ചായിരുന്നു വന്നത്. സാരമില്ല, എന്നാലും നമുക്ക് അവിടെ പോയി കാണാം അവരെന്തായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് എന്താ അത്രയും സന്തോഷം അവിടെ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ അക്കരയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു മരമാണേ. നല്ല രസമാണ്. ഇതിൻ്റെ ചവിട്ടി വരുമ്പോഴത്തേനും നല്ല തണുപ്പാണേ. ഇത്തരം സൈസ് പൂവും കായും ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് വല്ലപ്പോഴും ഇങ്ങനെ കുരങ്ങന്മാർ വന്ന് പറിച്ച് തിന്നുന്നത് കാണാം. നോക്കട്ടെ ഇപ്പോൾ ഉണ്ടോയെന്ന്. അടുത്ത ദിവസമൊന്നും കുരങ്ങന്മാർ വരുന്നതൊന്നും കണ്ടില്ലായിരുന്നേ. ഇത് കണ്ട, ഇതാണ് അതിൻ്റെ വേണ്ട പൂവ്. ഇതാണ് അതിൻ്റെ എല്ലാം കണ്ട. അപ്പം ഇനി നമുക്ക് പോയി നോക്കാം. ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ നല്ല രസമാണ്. ഇവിടെ നമ്മുടെ ഇവിടുത്തെ പിള്ളേർ കുഞ്ഞൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കി ഇവിടെ കളിക്കാൻ വരും. ഇനിയിപ്പം നാളെ തൊട്ടൊക്കെ ഇത് ഭയങ്കര സജീവമായിരിക്കും കളിക്കളമൊക്കെ. കാരണം അവർക്ക് അറിയാലോ, അവധിയായി കഴിഞ്ഞാൽ പിന്നെ അവന്മാർ കളിച്ച സ്ഥലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണേ. നല്ല രസമില്ലേ ഇവിടെ കാണാനായിട്ടൊക്കെ. ഞാനൊന്നുകൂടെ ചുറ്റി കാണിക്കാം. കണ്ട
പണ്ട് നമ്മൾ മൂക്കുത്തിയായിട്ട് മൂക്കിലൊക്കെ കുത്താൻ വേണ്ടിയിട്ട് പണ്ട് ഓർക്കുന്നില്ലേ, സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ഈ മഞ്ഞ പൂ പറിച്ചിട്ട് രണ്ട് മൂക്കയിലും മൂക്കുത്തിയായിട്ട് കുത്തി വെക്കുമായിരുന്നു. എന്നെ ഭംഗിയെന്ന് കണ്ടോ ഈ ചെടി കാണാൻ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. നല്ല ഉമ്മരെ നമ്മളെ പറ്റിച്ചിട്ട് പോയത് കഷ്ടമായിക്കോളും. ഈ ഒരു പ്ലേസാണ് അവന്മാർ പിള്ളേർ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലം. അവർക്ക് ഹാപ്പിനെസ് കൊടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട്, ഞാൻ കാണിക്കാവേ. അതിനു മുന്നേ ഇവിടെ ഈ കാട്ടുമുല്ല എന്ന് പറഞ്ഞിട്ടൊരു മുല്ലയുണ്ട്. കാട്ടുമുല്ലെന്ന് തന്നെയാണോയെന്ന് എനിക്കറിയത്തില്ല. പണ്ട് ഞങ്ങളിങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ വഴി കാണുമ്പോഴേക്കും കാട്ടുമുല്ലെന്നൊക്കെയാണ് ഇതിനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അറിയത്തില്ല വേറെന്തെങ്കിലും പേരുണ്ടോയെന്ന്. കണ്ട നല്ല രസമില്ലേ, മണമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ഒരുപാട് ഇവിടെ മുല്ല പോലെ തന്നെ പടർന്ന് ഒരുപാട് നിൽപ്പുണ്ട്. കണ്ട നല്ല വെള്ളപ്പൂവൊക്കെ ആയിട്ട്. ഇനി മുട്ട് കാണിക്കാതെ കണ്ട. കുറച്ച് പറിച്ചുകൊണ്ട് പോയിരുന്ന കെട്ടി തലയിൽ വെക്കായിരുന്നു അല്ലേ. നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ പിള്ളേർ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്കാണേ. ഇവിടെ ഇച്ചിരി ചെളിയൊക്കെ ഉണ്ട്, ചതുപ്പ് പോലെ കിടക്കുക. കണ്ടോ, ഇതാണ് നമ്മുടെ പിള്ളേർ അത്ര ഇവിടെ കിടന്ന് ബഹളം വെച്ചതും ചിരിച്ചതും സന്തോഷിച്ചതുമായിട്ടുള്ള സാധനം. ഇതൊരു നാച്ചുറലായിട്ടുള്ളൊരു ഊഞ്ഞാലാണ് കേട്ടോ. ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ളതായിരിക്കും ഇത്. കണ്ടോ, ഇതിൽ കയറി ഇരുന്നിട്ട് എത്ര പേർക്ക് വേണേലും ഊഞ്ഞാലാടാം. ഭയങ്കര ഉറപ്പാണ് ഇതിന് കേട്ടോ. എത്ര പേർക്ക് വേണേലും കയറാം. ഇവിടെ ഒരു 4-5 പേരൊക്കെ ഇതിൽ കയറിയിട്ടുണ്ട്. ഇതൊരു ഇങ്ങനെ ഒരു മരത്തേലാണ് ഇത് കയറി കിടക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു മരം, ആ വള്ളിയൊക്കെ തൂങ്ങി കിടക്കുന്നത് കണ്ടോ. അതിൻ്റെ ഒത്തിരി വർഷങ്ങളായിട്ടുള്ളൊരു വേർഷനാണെന്ന് തോന്നുന്നു ഇത്. ഞങ്ങളൊക്കെ വന്ന് ഊഞ്ഞാലാടിയിട്ടുണ്ട്. ഇപ്പം ഊഞ്ഞാലാടണമെന്നുണ്ട്, പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അതുകൊണ്ട് ഞാൻ കയറി ഇരുന്ന് ആടാനും വീഡിയോ എടുക്കാനും കൂടെ പറ്റിയല്ല. അവധിക്കാലം ആയി കഴിയുമ്പോഴത്തേനും പിള്ളേർ ഇവിടെ വരും ഇതിൽ കയറിയിരുന്ന് ഊഞ്ഞാലാടാനും ഒക്കെ ആയിട്ട്. എന്നിട്ട് അതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കയറിയിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് ഇവിടെ ഇരിക്കാം, ഒരാൾക്ക് അവിടെ ഇരിക്കാം, ഒരാൾക്ക് ഇവിടെ ഇരിക്കാം. അങ്ങനെ കൂട്ടുകൂടി ഇനി വേണേ തൂങ്ങി നിൽക്കുന്നവർക്ക് അപ്പുറത്തുമൊക്കെ പിടിച്ച് തൂങ്ങി നിൽക്കാം. അങ്ങനെയൊക്കെ നിന്ന് ഊഞ്ഞാലാടാം. നല്ലതല്ലേ. അതേ കാണുന്നു നമ്മുടെ ഫാം, നമ്മളുടെ മഴമറയും കടയുമൊക്കെ. പിന്നെ ഇതിങ്ങനെ ഇവിടുത്തെ പ്രദേശങ്ങളാണ് ഇതൊക്കെ. അപ്പുറത്ത് നല്ല ചൂടാണെങ്കിലും നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു തണുപ്പൊക്കെ നമുക്ക് അനുഭവപ്പെടും. എനിക്ക് തോന്നുന്നു ആ കാണുന്ന വലിയ വള്ളിയുടെ ചെടിയാണെന്ന് തോന്നുന്നു, ഇത് ഇലയാണെന്ന് തോന്നുന്നത്. ഇത് എന്താ ഒരു വള്ളി പോലെ തന്നെ കിടക്കുന്നു. നമ്മളിവിടെ വന്നപ്പോൾ ദേ ഒരു സാധനം കിടക്കുന്ന ഒരു ഇല, ഈ തടിയിലൊക്കെ ഉണ്ടാകുന്ന കൂണ് പോലുള്ള സാധനം. അപ്പോൾ അത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ആ എന്ത് രസമല്ലേ, എന്നാ ഭംഗിയല്ലേ എൻ്റെ അമ്മു. നോക്കി, വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ് കമന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ. പക്ഷേ ഇത്രയും ഭംഗിയായിരിക്കും എന്ന് ഓർത്തില്ല. നേരത്തെ എനിക്ക് അവിടുന്ന് പറമ്പിൽ നിന്ന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ വേറൊരു സ്റ്റൈലായിരുന്നു, ഇതിന് വേറൊരു സ്റ്റൈലല്ലേ. നമുക്കിത് കൊണ്ടുപോയേക്കാം, വീട്ടിലോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഈ വള്ളിയിലുണ്ടാകുന്ന കായാണെന്ന് തോന്നിയത്. കായെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറന്തോടാണ് ഇത്. കിട്ടിയില്ല. ഇത് ഒത്തിരി കാലം ആയതായിരിക്കും ഇതിങ്ങനെ ആയിട്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മളിവിടെ വരുമ്പോൾ ഇതിൻ്റെ കായ ഉണ്ടായിരുന്നു. ഈ വർഷം ഉണ്ടോയെന്ന് അറിയത്തില്ല നമുക്കിനി. അത് പിന്നെ എന്താണ് സംഭവം, ഈ മരമല്ല, ഈ മരം വേറെ, ഈ വള്ളി വേറെ. ഇതിൻ്റെ ചുവട് എവിടെ നിന്ന് അതേ വന്നേക്കുന്നു. ആ ചുവടാണ് വന്നേക്കുന്ന വള്ളി. ആ വലിയ മരം പോലെ കിടക്കുന്ന വള്ളിയാണ് ഇതിൻ്റെ ബാക്കി. അപ്പോൾ നമുക്കിനി പോയാലോ. ഇത് കിട്ടിയിട്ടുണ്ട്, ഇതും കയ്യിലെടുത്തിട്ടുണ്ട്. എന്തായാലും ഇക്കരെ വരെ വന്ന് നമ്മൾ അവന്മാരെ കാണാനാണ് വന്നത്. പക്ഷേ അവന്മാർ അന്നേരത്തേനും സ്ഥലം വിട്ടു. ഞാൻ അങ്ങൊന്നും ഇറങ്ങുന്ന അവർ കണ്ടില്ല. അവരവരുടെ കളി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് പോയി. അതുകൊണ്ട് സാരമില്ല. എന്നാലും നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ പറ്റിയില്ല.
ഇനി നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. ഇവിടെ ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച മരം കണ്ടോ, ആ മരമാണ് ഇത് ഈ നിൽക്കുന്നത്. ഈ മരത്തിൻ്റെ ചുവട്ടിൽ നല്ല രസമാണ്. ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ട്, നല്ലൊരു തണുപ്പും നല്ലൊരു കാലാവസ്ഥ, അടിപൊളി സ്ഥലമാണ് അതവിടെ. ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണം, വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കണം. ഇപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പഠന സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എല്ലാം കുളിച്ചൊരുങ്ങി റെഡിയായി, കാരണം ആ പഠിക്കാനുള്ള ഇതോടുകൂടി വന്നിരുന്നു. പക്ഷേ പഠിക്കാൻ പുസ്തകത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് പഠിക്കാൻ അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തെന്ന് ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി നടന്നൊന്ന് ഫ്രഷായിട്ട് തിരിച്ച് കയറിപ്പോയി ഇരിക്കും. ഞാൻ ഓർത്തു ടൗണിലേക്കൊക്കെ ഒന്ന് പോയാലോ ഒന്ന് ഓർത്തു, വെറുതെ അതിലേക്ക് ഒന്ന് പോയിട്ട് വന്നാലോ ഒന്ന് ഓർത്തു. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ടൗണിൽ പോകുന്നതിലും നല്ലതല്ലേ നമ്മളുടെ ഈ അന്തരീക്ഷത്തിലൂടെ ഒന്ന് നടന്നു വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എങ്ങനെയുണ്ട്, സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഞാനിപ്പോൾ നമ്മളുടെ ഫാമിൻ്റെ നേരെ കാണിക്കാവേ, ഫാമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കുന്നത്, കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.